3, 2, 1, 0. ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഡോക്കിംഗ് പരീക്ഷണം നടക്കാനിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ അഭിമാന പരീക്ഷണങ്ങളിലൊന്നാണ് ഡോക്കിംഗ്. 3 രാജ്യങ്ങൾ മാത്രമാണ് ഈ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുള്ളത്. നിർണായക പരീക്ഷണത്തിലേക്കാണ് ഭാരതം കടക്കുന്നത്. സ്പേഡെക്സ് ദൗത്യത്തിലാണ് 2 സാറ്റലൈറ്റുകളും ഒന്നിച്ചു ചേർക്കുന്ന പരീക്ഷണം. ഭൂമിക്ക് ചുറ്റും 470 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ വലം വയ്ക്കുകയാണ് ഇരു പേടകങ്ങളും. പ്രത്യേകതകൾ ഏറെയുണ്ട് പരീക്ഷണത്തിന്. സ്പേസിൽ ഇപ്പോൾ 2 സാറ്റലൈറ്റുകളെ ഒന്നിപ്പിക്കുന്നത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അതിലൊന്നാണ് ബർത്തിങ് എന്ന് പറയുന്നത്. അതായത് ഒരു റോബോട്ടിക് ആം ഉപയോഗിച്ച് ഒരു സാറ്റലൈറ്റ് എടുക്കുക, എന്നിട്ട് നമുക്ക് ഏത് വസ്തുവായിട്ടാണോ ചേർക്കേണ്ടത് അവിടെ കൊണ്ടുപോയി ചേർക്കുക. നമ്മൾ കൈകൊണ്ടെടുത്ത് ചേർക്കുന്ന പോലെ, അതാണ് ബർത്തിങ് എന്ന് പറയുന്നത്. ഡോക്കിംഗ് എന്ന് പറയുന്ന 2 സാറ്റലൈറ്റുകൾ അവർ സ്വമേധയാ അടുത്തടുത്ത് വന്നിട്ട് അവർ തമ്മിലുള്ള മെക്കാനിക്കലും ഇലക്ട്രിക്കലും ആയിട്ടുള്ള ആ ചേർക്കുന്നതിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ PSLV C60 സ്പാഡെക്സിൽ 2 ഐഡൻറ്റിക്കൽ സാറ്റലൈറ്റ് ഉണ്ട്. ഏതാണ്ട് 220 കിലോ ഉള്ള 2 ഐഡൻറ്റിക്കൽ സാറ്റലൈറ്റ് ഉണ്ട്. അതിനെ ഒന്നിനെ പുറകെ ഒന്നായിട്ട് വിക്ഷേപിച്ച് ഓർബിറ്റിലുണ്ട്. അപ്പോൾ ഈ സാറ്റലൈറ്റുകളിലെ ദൂരെ ഇപ്പം അതിൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് ദിവസങ്ങൾ കൊണ്ടിട്ട് തമ്മിലൊരു റിലേറ്റീവ് വെലോസിറ്റി ഉള്ളതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ആ ഡിസ്റ്റൻസിലിരിക്കുന്ന 2 സാറ്റലൈറ്റുകളെ അടുത്തടുത്ത് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സിന് ആംഗലേയ ഭാഷയിൽ റൻഡേവൂ എന്ന് പറയുന്നത്, അതായത് ദൂരെ നിന്നുള്ള 2 സാറ്റലൈറ്റിനെ അടുത്തടുത്ത് കൊണ്ടുവരിക. അപ്പോൾ അതിന് പ്രൊപ്പൽഷൻ ആവശ്യമാണ്, സെൻസേഴ്സ് ആവശ്യമാണ്. അടുത്തടുത്ത് വരും തോറും ഇത് തമ്മിലുള്ള റിലേറ്റീവായിട്ടുള്ള വേഗത വളരെ കുറയ്ക്കണം. അല്ലെങ്കിൽ ഇത് തമ്മിൽ വളരെ സ്പീഡ് വന്നു കഴിഞ്ഞാൽ അതൊരു കൊളീഷനായിട്ട് മാറാം, നമുക്ക് സാറ്റലൈറ്റ് നഷ്ടപ്പെടും. അപ്പോൾ അടുത്ത് വരും തോറും, വളരെ ക്ലോസ് ആയിട്ട് വരും തോറും ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ/സെക്കൻഡിലാണ് വരുന്നത്. വളരെ കുറഞ്ഞ വേഗതയിൽ വന്നിട്ട് ഈ ലാറ്ററലായിട്ടുള്ള മിസ്അലൈൻമെൻറ്റുകളെല്ലാം മാറ്റി ഈ ഡോക്കിംഗ് മെക്കാനിസം വഴി ഇതിനെ ചേർത്ത് ലോഡ് ചെയ്യുമ്പോഴാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ആദ്യം മെക്കാനിക്കൽ ഡോക്കിംഗ്, അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക്കൽ, 2 സാറ്റലൈറ്റിലും ഇലക്ട്രിക്കൽ പവറുണ്ട്. അപ്പോൾ ഈ കേബിളുകളും ത്രൂ കണക്റ്റേഴ്സ് അതും ഡോക്ക് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഇതിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ആ ഡോക്കിംഗ് എന്ന് പറയുന്നത് പല സ്പേസ് മിഷൻസിനും ആവശ്യമാണ്. ഇപ്പം നമ്മൾ തന്നെ ചന്ദ്രനിൽ നിന്നും സാമ്പിള് തിരിച്ചു കൊണ്ടുവരുന്നൊരു മിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ്റെ പല മൊഡ്യൂൾസ്, ഓരോ മൊഡ്യൂളായിട്ട് നമ്മൾ റോക്കറ്റിൽ വിക്ഷേപിച്ചിട്ട് ബഹിരാകാശത്ത് വെച്ച് അവരെ ചേർത്താണ് നമുക്ക് ഒന്നിച്ചൊരു ബഹിരാകാശ നിലയമായിട്ട് മാറ്റുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ പറയുന്ന ഡോക്കിംഗ് എന്നുള്ള സാങ്കേതികവിദ്യ അത്യാവശ്യമാണ്. കൗതുകം ജനിപ്പിക്കുന്ന മറ്റൊരു പരീക്ഷണം കൂടി PSLV C60 നടന്നു. ബഹിരാകാശത്ത് ശാസ്ത്രജ്ഞർ വിത്ത് മുളപ്പിച്ചു. മുളച്ച വിത്തിനെ ഇലയും വിരിഞ്ഞു. അപ്പോൾ PSLVയിൽ നിന്നും ഈ സാറ്റലൈറ്റ്സുകൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഡോക്കിങ്ങിലുള്ള സ്പാഡെക്സിന് 2 സാറ്റലൈറ്റ് ഉണ്ട്, അത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ PSLVയുടെ ആ ഫൈനൽ സ്റ്റേജിനെ, PS4 ആ സ്റ്റേജിനെ നമ്മൾ ഓർബിറ്റിൽ ഓവർ ചെയ്ത് ഏതാണ്ട് 350 കിലോമീറ്ററിൽ കൊണ്ടുവന്നിട്ട് ആ സ്റ്റേജ് അതിനെ നമ്മളൊരു ഓർബിറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുക. അതിനാവശ്യമായ സോളാർ പാനലുണ്ട്, അതിനാവശ്യമായ കൺട്രോൾ ത്രസ്റ്ററുണ്ട്. അതിൽ ഏതാണ്ട് 24 എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അത് നോൺ ഗവൺമെൻറ്റൽ എൻറ്റിറ്റീസും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, അങ്ങനെ വിവിധ ഏജൻസികളുടെ 24 എക്സ്പെരിമെൻറ്റിൽ അതിൽ ഒരു എക്സ്പെരിമെൻ്റാണ് എങ്ങനെ നമുക്ക് ബഹിരാകാശത്തെ ഭാരമില്ലാത്ത അവസ്ഥയിൽ വിത്തുകൾ മുളപ്പിക്കാം. അതാണ് ഈ കാണുന്ന പറയുന്ന കോപ്സ് എന്ന് പറയുന്ന മൊഡ്യൂൾ. ഇത് ഈ കാണുന്ന ഒരു സിലിണ്ടറിക്കൽ വെസൽ, അത് സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതിനകത്തെ താപനില, അതുപോലെ ഹ്യൂമിഡിറ്റി അതെല്ലാം നിയന്ത്രിതമാണ്. അതിൽ നമ്മൾ പ്രത്യേക രീതിയിൽ ഉള്ള മണ്ണിട്ടിട്ട് അതിനകത്ത് ഈ പറയുന്ന ഒരുതരം പയറിൻ്റെ വിത്ത് ഓർബിറ്റിലെത്തിക്കഴിഞ്ഞാൽ അതിനാവശ്യമായ വെള്ളം, അതുപോലെ വളം ഒരു കമാൻഡ് വഴി നമുക്ക് കൊടുക്കാൻ കഴിയും. അതോടുകൂടി ആ ഒരു
വിത്ത് മുളയ്ക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയാണ്. അങ്ങനെ വളരെ സക്സസ്ഫുള്ളായിട്ട് മുളച്ച് ഇലകൾ ഉണ്ടായി. കാരണം ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലിമിറ്റഡാണ്. അതുകൊണ്ട് നമുക്കറിയാം ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അതിൻ്റെ അളവ് പരിമിതപ്പെട്ടുകൊണ്ട് 2 ഇല വരുന്നവരെയാണ് നമ്മളുടെ പരീക്ഷണം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ വിജയകരമായിട്ട് പയർ ബഹിരാകാശത്തെ ഭാരമില്ലാത്ത അവസ്ഥയിൽ മുളച്ചു, അതിന് ഇലകൾ വന്നു. ഇനി ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനെ കുറിച്ച് പറയുന്നു. അവിടെ പോയി നമ്മുടെ ആസ്ട്രോനോട്ട്സ് ദീർഘകാലം അവിടെ വസിക്കുന്നു. അവർക്ക് ആവശ്യമായ പച്ചക്കറികൾ മുതലായവ നമുക്ക് സ്പേസിൽ ഉണ്ടാക്കാൻ ഇതൊരു തുടക്കമാണ്. മാത്രമല്ല, സ്പേസിൽ ഇതുപോലുള്ള പച്ചക്കറികൾ അന്തരീക്ഷം വരുമ്പോൾ അത് ആ സ്പേസ് സ്റ്റേഷനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഇതുപോലെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് പ്രോഡക്റ്റാക്കി മാറ്റാം. മാത്രമല്ല, ഈ ആസ്ട്രോനോട്ട്സിൻ്റെ ഒക്കെ ആ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് നമ്മൾ ഈ പ്രകൃതിയിൽ കാണുന്ന പോലുള്ള പല കാഴ്ചകളും അവർക്ക് ഈ ബഹിരാകാശത്തും ഈ ചെടികൾ മുളയ്ക്കുന്നതും പൂക്കൾ വിരിയുന്നതും കാണുന്ന അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിനും ആവശ്യമാണ്. വൈവിധ്യങ്ങളായ നിരവധി പരീക്ഷണങ്ങളാണ് സ്പേഡെക്സ് വിക്ഷേപണത്തോടൊപ്പം നടന്നത്. അതിൽ സുപ്രധാനമാണ് റോബോട്ടിക് ഹാൻഡ്. ബഹിരാകാശത്ത് വെച്ച് റോബോട്ടിക് ഹാൻഡ് പ്രവർത്തിപ്പിക്കുന്ന പരീക്ഷണവും നടന്നു. ഈ റോബോട്ടിക്സ് ഹാൻഡ് എന്ന് പറയുന്നത് ഒരു സൈഡ് ഫിക്സ്ഡ് ആണ്, പല ജോയിൻസ് ഉണ്ട്, അതിനൊരു ഗ്രിപ്പറുണ്ട്. ആ ഗ്രിപ്പർ വെച്ചിട്ട് അതിന് 5 കിലോയോളം ഭാരമുള്ള ഒരു വസ്തുവിനെ എടുത്ത് അതിൻ്റെ റീച്ച് ചെയ്യുന്ന ഏത് സ്ഥലത്തും വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ റോബോട്ടിക് ആം എന്ന് പറഞ്ഞ ഇതൊരു ഒരു പരീക്ഷണമാണ്. നമ്മളെ PSLVയിൽ നമുക്ക് അയക്കാവുന്ന റോബോട്ടിക് ആമിൻ്റെ സൈസ് ഇതാണ്. പക്ഷേ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് വരുമ്പം ഇതിൽ കൂടുതൽ അതിൻ്റെ നീളവും വീതിയും അതുപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റിയും കൂടും. അപ്പം ഇത് നമ്മൾ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ റോബോട്ടിക് ആം പ്രത്യേകിച്ച് ഭാരമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ ഉപയോഗിക്കാം, അതുപോലെ തന്നെ എങ്ങനെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഒരു തുടക്കമാണ്. ഇത് തീർച്ചയായിട്ടും ഇതിനെ സ്കെയിലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പോലെ നമുക്ക് കൂടുതൽ പവർഫുള്ളായിട്ടുള്ള റോബോട്ടിക് ആംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ട ഒരു അടിസ്ഥാന ഇൻഫർമേഷൻ നമുക്കിതിൽ നിന്ന് കിട്ടുകയാണ്. അതിനുള്ളൊരു കോൺഫിഡൻസും കിട്ടുകയാണ്. റോബോട്ടിക് ആം നമ്മൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിന് മുമ്പ് ആം പല രീതിയിൽ എർത്തിൻ്റെ കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്യും. ഒരു പ്രധാന വ്യത്യാസം ഇവിടെ ഈ ആമിന് അതിൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭാരം ഉള്ള അവസ്ഥയിലാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുക. ബഹിരാകാശത്തെത്തുമ്പം ഇതൊരു ഭാരമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഈ ആമിന് ബഹിരാകാശത്ത് ലഭിക്കും. അപ്പം ഇത് നമ്മൾ ഗ്രൗണ്ടിൽ ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യും. ഇത് ഏതൊക്കെ രീതിയിൽ ഇതിനെ നമുക്ക് വെയിറ്റ് പിക്ക് ചെയ്യാം, അതുപോലെ ഈ ലോഞ്ച് ടൈമിലുള്ള വൈബ്രേഷൻ, അതുപോലെ ശബ്ദം, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ആ ഡിഫൈൻഡ് എൻവറോൺമെൻറ്റ് ലെവലിൽ ഇതിനെ ക്വാളിഫൈ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ പറയുന്ന റോബോട്ടിക് ആം PSLVയിൽ വിക്ഷേപിച്ചത്. നേട്ടങ്ങളുടെ പട്ടിക തന്നെയാണ് സ്പേഡെക്സ് പരീക്ഷണത്തിലൂടെ ഭാരതം കൈവരിച്ചത്. ബഹിരാകാശ രംഗത്തെ അജയ്യശക്തിയെന്ന് ഭാരതം വീണ്ടും വീണ്ടും തെളിയിക്കുകയുമാണ്. മനുഷ്യജീവിതത്തോട് വളരെയേറെ അടുത്തുനിന്ന്.